ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം. താലപ്പൊലി മഹോത്സവം നോട്ടീസിൽ അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. എല്ലാ വർഷവും നമ്മൾ താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുന്നു. എന്താണ് താലപ്പൊലി? എല്ലാ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിറകിൽ ഒരു തത്വം ഉണ്ടായിരിക്കും. അതിനെ അറിഞ്ഞ് ആരാധിക്കണം. താലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ശുഭകരമായ ഒരു ചിന്തയാണ് വരിക. പണ്ട് മുതൽ തന്നെ ഇപ്പോൾ അഷ്ടമംഗല്യ താലം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്തെല്ലാം കാണാം? വൽക്കണ്ണാടി, അഷ്ടമംഗല്യ തട്ട്, കൂടാതെ കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരിക്കും, കണ്ണാടി ഉണ്ടായിരിക്കും, അക്ഷതം എന്ന് പറഞ്ഞാൽ അരി അല്ലെങ്കിൽ നെല്ല്, ചിലരിത് രണ്ടും ചേർത്ത് വെക്കും, ഗ്രന്ഥം ഉണ്ടായിരിക്കും, സ്വർണം ഉണ്ടായിരിക്കും. ഇങ്ങനെ വിഷുക്കണിക്കൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇതിന്റെ ഒരു ലളിതമായ രൂപമാണ് താലപ്പൊലിക്ക് കന്യകമാര് അല്ലെങ്കിൽ സുമംഗലികളായ സ്ത്രീകള് താലമേന്തി വരുന്നത്. വന്ന് പണ്ട് ക്ഷേത്രങ്ങളിലായിരുന്നു താലപ്പൊലി എങ്കിൽ ഇപ്പോ ഒരുപാട് സാംസ്കാരിക സമ്മേളനങ്ങളിലും മന്ത്രിമാരെ ആനയിക്കുന്നതിലും എല്ലാം താലപ്പൊലി കണ്ടു തുടങ്ങി. പിന്നീട് പലരും മന്ത്രിമാരായി വന്നപ്പോ അത് നിരോധിച്ചു, കുട്ടികളെയൊക്കെ വെയിലത്ത് നിർത്തുന്നത് കാരണം വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ. ഏതായാലും ഈ താലം എന്തിനെയാണ് കാണിക്കുന്നത്? സുമംഗലികളായ സ്ത്രീകൾ, കന്യകമാരെല്ലാം നല്ല വസ്ത്രമെല്ലാം അണിഞ്ഞ് സുന്ദരികളായി അണിഞ്ഞൊരുങ്ങി ഈ താലമേന്തി ആണ് അകമ്പടിയോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുക. താലം ചെയ്യാന്നൊക്കെ പറയൂലോ. താലത്തിൽ 4 കാര്യങ്ങളാണ് എല്ലാവരും പ്രധാനമായും കൊണ്ടു നടക്കുക. ഒന്ന്, അതില് ഒരു ചെരാത് അല്ലെങ്കിൽ വാഴംപോളയിൽ ഒരു തീ ഉണ്ടായിരിക്കും. ലക്ഷ്മി ആണ് അഗ്നി എന്നാ പറയുക. അതുപോലെ ഒരു പൂക്കുല, കറുങ്ങിൻ പൂക്കുല വെച്ചിരിക്കും. മറ്റൊന്ന്, പുഷ്പങ്ങൾ ഉണ്ടായിരിക്കും. അക്ഷതം, അരി അല്ലെങ്കിൽ നെല്ല് ചേർത്ത് വെച്ചിരിക്കും. ഇതെല്ലാം ഉള്ള ഒരു താലം എന്ന് പറയുന്നത് അത് ശുഭകരമാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുക. ഈ അക്ഷതം എന്ന് പറഞ്ഞ നാശമില്ലാത്തതാണ്. അതുകൊണ്ടാണ് അരി അല്ലെങ്കിൽ നെല്ല് എത്ര കാലമോ ആയിട്ടുള്ളതാ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്. പുഷ്പം എന്ന് പറഞ്ഞാൽ ഏത് ക്ഷേത്രത്തിലും പുഷ്പമില്ലാതെ പൂജയില്ല. ആകാശാത്മന പുഷ്പം കൽപ്പയാമി എന്നാണ് പറയുന്നത്. അതായത് പുഷ്പത്തെ പഞ്ചഭൂതങ്ങളിലെ ആകാശത്തോടാണ് ഉപമിക്കുന്നത്. അങ്ങനെയാകുമ്പോ ഈ പുഷ്പത്തിന് എന്താ ഇത്രയും വലിയ പ്രത്യേകത? പുഷ്പങ്ങൾ ഏറ്റവും മൃദുവാണ്. അവയ്ക്ക് ശബ്ദത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. മന്ത്രങ്ങളാണ് ക്ഷേത്രങ്ങളിൽ കൂടുതലായും ഉയരുന്ന ശബ്ദം.
അപ്പോ ആ മന്ത്രങ്ങളെ, ശബ്ദത്തെ ആഗിരണം ചെയ്യാൻ പുഷ്പത്തിന് കഴിയും. ആ ശബ്ദം ആഗിരണം ചെയ്യുന്ന പുഷ്പങ്ങളാണ് ഈ അഷ്ടമംഗല്യ തട്ടിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ താലപ്പൊലിക്കുള്ള താളത്തിൽ ഇരിക്കുന്നത്. അത് ഏറ്റവും വിശിഷ്ട. അഗ്നി എന്ന് പറഞ്ഞ സർവസാക്ഷിയ. പകൽ മുഴുവൻ അഗ്നിയേക്കാൾ ശക്തിയായ സൂര്യൻ കർമ്മസാക്ഷിയായി കത്തിജ്വലിക്കുമ്പോൾ രാത്രി മുഴുവൻ നമുക്ക് പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളിലും കെടാവിളക്കായി കർമ്മസാക്ഷിയായി അഗ്നി കുടികൊള്ളുന്നു. ഈ അഗ്നി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ അടയ്ക്കുമ്പോ അങ്ങോട്ട് പോകും, എങ്ങടാണ് പോണേ അറിയില്ല. ഇങ്ങനെ ഒരയ്ക്കുമ്പോ ഇങ്ങോട്ട് വരുന്നു, എന്തെന്നാണ് വരുന്നേ. ഇതുപോലെയാണ് ഈശ്വരൻ. സർവവ്യാപിയാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ നമ്മൾ അറിയുന്നില്ല. അതറിയുന്നതിന് വേണ്ടിയാണ് ഹൈന്ദവൻ ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ വക ഉത്സവങ്ങളും എല്ലാം വെച്ചിരിക്കുന്നത്. ഉത്സവം അതാണ്. താലപ്പൊലി എന്താണ് മനസ്സിലായല്ലോ. ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സാഹമുള്ളത്. എപ്പോഴാ ഉത്സാഹം? ഉത്സവം വരുന്നു എന്ന് കേൾക്കുമ്പോ തന്നെ ഉത്സാഹം. അതായത് ക്ഷേത്രത്തിലെ ദേവത പ്രത്യേക പൂജകളും ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് ചൈതന്യം വർദ്ധിച്ചു വരുന്ന ആ ഒരു സമയത്താണ് ഉത്സവം ഉണ്ടാകുന്നത്. ഈ പരദേവതയുടെ ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ പ്രധാനമായും മിക്ക ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ തട്ടകം എന്ന് പറയുന്ന എല്ലാ ഗ്രാമങ്ങളിലെയും തട്ടകത്ത് അമ്മ സ്ത്രീ ദൈവങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? സ്ത്രീയുടെ ശക്തിയാണ് അവിടെ കാണിക്കുന്നത്. ഇനി ഒരു കുടുംബം എടുത്തു നോക്കിയാൽ അവരുടെ പരദേവത നമ്മൾ ഭുവനേശ്വരി എന്ന് പറയും, അല്ലെങ്കിൽ മച്ചകത്ത് അമ്മ, അതും ഈ ദേവത സ്ത്രീയാണ്. സ്ത്രീ ദൈവങ്ങളെയാണ് മിക്ക പേരും ആരാധിക്കുന്നത്. പ്രത്യേകിച്ചും മിക്ക ഗ്രാമങ്ങളിലെയും ദേശങ്ങളിലെയും ദേവത ഭദ്രകാളിയാണ്. ആരാ ഭദ്രകാളി? ഭദ്രം കരോതി ഇതി ഭദ്രകാളി. ഭദ്രമായ കാലം, ഭദ്രമായ സമയം പ്രദാനം ചെയ്യുന്നവളാണ് ഭദ്രകാളി. ക്ഷേത്രപാലകനെ പോലെ ഈ ദേശം, ഇപ്പോ ഈ ഒരു തട്ടകത്തിന് കീഴിൽ തന്നെ ഒരുപാട് ദേശങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാ ദേശങ്ങളെയും രാത്രിയും പകലും കാത്തു രക്ഷിക്കാൻ കഴിവുള്ളവളാണ് ഭദ്രകാളി. ഈ ദേവി രാവും പകലും കാത്തു രക്ഷിക്കുന്നതോടൊപ്പം സമയത്തിന്റെ ദേവതയാണ്. ഇപ്പൊ മഹാകാളൻ ക്ഷേത്രം എന്ന് പറയും. ഞാൻ മഹാകാളൻ ക്ഷേത്രത്തിലായിരുന്നു. അന്തി മഹാകാളൻ എന്ന് പറയും, കിരാതമൂർത്തി. ഈ മഹാകാളന്റെ അതേ ശക്തിയാണ് മഹാകാളിക്കും ഉള്ളത്. മഹാകാളിക്ക് സിംഹമാണ് വാഹനമെങ്കിൽ ഭദ്രകാളിക്ക് വേതാളമാണ് വാഹനം. ഓരോ ദേശത്തെയും ഇത്രയും കൂടുതൽ തട്ടകത്തെയും കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവളാണ് ഭദ്രകാളി. അതുകൊണ്ടാണ് തട്ടകത്തമ്മയായി ഭദ്രകാളിയെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ പ്രകൃതിയാണ്. പ്രകൃതി ഇല്ലാതെ പുരുഷന് നിലനിൽപ്പില്ല. പുരുഷന്റെ ശക്തിയാണ് പ്രകൃതി. ഏറ്റവും സഹനശക്തിയുള്ള ജന്മം സ്ത്രീയുടേതാണ്. നമ്മൾ പറയും മനുഷ്യന് രണ്ടു തരം വേദനയാണ്. ഒന്ന് മരണവേദന, മറ്റൊന്നാണ് പ്രസവ വേദന എന്ന് പറയും. പ്രസവ സമയത്ത് സ്ത്രീക്ക് വേദന ഉണ്ട്, പക്ഷെ സങ്കടം ദുഃഖമുണ്ടോ? ഇല്ലല്ലോ. അത്രയും സഹനശക്തിയുള്ള ഒരു ജന്മം അത് സ്ത്രീ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ദൈവങ്ങളെ പരദേവതയായി കുടികൊള്ളിച്ചിരിക്കുന്നത്, തട്ടകത്ത് അമ്മയായി വാഴിക്കുന്നത്. അതേസമയം ഭദ്രകാളി ശിവനെ പ്രതിനിധാനം ചെയ്യുന്നു. ശ്മശാനത്തിലാണ് വാസം. ഈ ഭദ്രം കരോതി എന്ന ആ ഒരു ഇതിൽ നിന്ന് എല്ലാം ഭദ്രമാക്കി തരുന്നവൾ എന്ന് മനസ്സിലാക്കണം. ഇനി ഇതേപോലെ തന്നെ മറ്റൊന്നെന്താ? ഗുരുതി എന്ന് പറഞ്ഞു. ഇവിടെ നടക്കുന്ന ആചാരങ്ങളാണ്, അതിനെ കുറിച്ച് നമ്മൾ അറിയണം. പണ്ട് കാലങ്ങളില് മൃഗബലി കൊടുത്തിരുന്നു. ഗുരുതി എന്നാണ് അതിന് പറയുക. അതിന്റെ പരിഷ്കരിച്ച രൂപമാണ് ഇപ്പോ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഗുരുതി. എങ്ങനെ ഗുരുതി നടക്കുക? നിങ്ങളിവിടെ ഗുരുതിയൊക്കെ തൊഴാൻ വരാറുണ്ട്. 3 തരം ഗുരുതി ഉണ്ടെന്നാ പറയുക. അതില് പ്രധാനമായും ഇവിടെ നട്ടുച്ചയ്ക്കാണ് നടക്കുന്നത് എങ്കിൽ അതിന് മഹാഗുരുതി, ചെങ്കുരുതി എന്ന് പറയും. വെൺകുരുതി വെള്ള നിറത്തിലുള്ള മാവ് കൊണ്ട് ചെയ്യുമ്പോൾ, പിന്നെ കടുംകുരുതി എന്ന്
ഈ ചെങ്കുരുതി എന്ന് പറഞ്ഞാൽ നിണം പോലെ മഞ്ഞളും ചുണ്ണാമ്പും കലക്കി അതിൽ ശർക്കര ചേർക്കുന്നു. അതാണ് കടുംകുരുതി എന്ന് പറയുന്നത്. വീണ്ടും അതിൽ ചിരട്ടക്കരിയാണ് ചേർക്കുന്നതെങ്കിൽ മറ്റൊരു തരം. ഇങ്ങനെ 3 തരം ഗുരുതികൾ കാണാം. ഇത് തന്നെ ഓരോ യാമങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട് എന്നാ പറയുക. ജ്യേഷ്ഠായാമം, ആ സമയത്താണ് മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഗുരുതി നടക്കുക. അപ്പോ രാമപ്രതിഷ്ഠ നടന്ന സമയത്ത് നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലൊക്കെ വന്നു, അഭിജിത്ത് മുഹൂർത്തത്തിൽ ശ്രീരാമപ്രതിഷ്ഠ നടക്കും എന്ന് കണ്ടു. എന്താ അഭിജിത്ത് മുഹൂർത്തം? പണ്ഡിതന്മാര് പറയുന്നതാ. അതായത് നട്ടുച്ച സമയത്ത് 12:30 മണി, ആ സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. മഹാവിഷ്ണു തന്റെ സുദർശനം കൊണ്ട് സർവ്വദോഷങ്ങളെയും മറച്ചു പിടിക്കും. അതുകൊണ്ടാണ് അത് അഭിജിത്ത് മുഹൂർത്തമാണ് എന്ന് പറയുന്നത്. ആ സമയത്താണ് മഹാഗുരുതി ദേവീക്ഷേത്രങ്ങളിൽ നടക്കുന്നത്. ഗുരുതി നടക്കുന്ന സമയത്ത് ഗുരുതിക്കളം ഒരുക്കും. അവിടെ വാഴംപോള, കുരുത്തോല ഒക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചതിന് ശേഷം നടുവിൽ ഒരുപാട് പന്തങ്ങൾ വെക്കും. പന്തം വെക്കുന്നതിന് കണക്കുണ്ട്. 8 പന്തം, 16 പന്തം, 64 പന്തം ഒക്കെയാണ് മഹാഗുരുതിക്കൊക്കെ വെക്കാറുള്ളത്. ഇതില് നടുവില് ഗുരുതി പന്തം എന്ന് പറഞ്ഞൊരു പന്തം വയ്ക്കും. അതിനെ മാലയൊക്കെ കെട്ടി അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഗുരുതി നടക്കുന്ന സമയത്ത് നിണം പോലെ കലക്കിയ മഞ്ഞളും ചുണ്ണാമ്പും കലക്കിയ ആ വെള്ളം വലിയ ഉരുളികളിൽ നിറച്ചു വയ്ക്കും. അതിനുശേഷം മഹാമന്ത്രങ്ങളോടെ ഗുരുതി തർപ്പണം നടത്തും. ശേഷം അവസാനം ഒരു കുമ്പളങ്ങി അങ്ങ് മുറിക്കും. അത് മൃഗബലി നടത്തുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണ്, സിംബോളിക്കായിട്ട് ചെയ്യുന്നതാ. രക്തമാണ് എന്ന സങ്കല്പത്തോടുകൂടി ഈ ഗുരുതി ആ ഉരുളി അവിടെ തറുത്തു. നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണുന്നതായി. ഇവിടെ നിങ്ങൾ ദർശനം ഉണ്ടായോ അറിയില്ല, കാണുന്നതും തൊഴുന്നതും മഹാപുണ്യം. അതേ സമയത്ത് വെളിച്ചപ്പാടുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ വെളിച്ചപ്പാട് അരമണിയൊക്കെ കെട്ടി ആ പട്ടൊക്കെ തറ്റൊക്കെ ഉടുത്ത്, കോമനാണെങ്കിൽ ആ ചെലമ്പും വാളും ഒക്കെയായി വന്ന് വെളിപാട്, അതാണ് വെളിച്ചപ്പാടിൽ എന്തുണ്ടാകുമോ ഭഗവതിയിൽ നിന്നും നേരിട്ട് വെളിപാടുണ്ടായി നമുക്ക് കൽപ്പന തരും. ഇതാണ് ഗുരുതി. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇനി എന്തിനാണ് ക്ഷേത്രം? ക്ഷേത്ര സങ്കല്പം ക്ഷേത്രായതേ ഇതി ക്ഷേത്ര. ക്ഷേത്രത്തിൽ നിന്നും നമ്മളെ ഉയർത്താൻ കഴിവുള്ളതാണ് ക്ഷേത്രങ്ങൾ. എന്തിനു വേണ്ടി ക്ഷേത്രങ്ങൾ പണിയുന്നു? മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങളാ, അല്ലെ? പ്രശ്നങ്ങൾ എന്താ എന്ന് ചോദിച്ചാൽ ആ പ്രശ്നങ്ങളാ. രാവിലെ എത്ര സമയം നമ്മൾ ചിന്തിക്കുന്നേ? എല്ലാവർക്കും ടെൻഷനും പ്രശ്നങ്ങളും. നമ്മളുടെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഔഷധം ആത്മീയതയാണ്. ഒരുപാട് മരുന്നുകളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഔഷധം പ്രാർത്ഥനയാണ് എന്നാ പറയുന്നത്. എന്താ പ്രാർത്ഥിക്കണ്ടേ? ഇപ്പൊ ഈയിടെയായിട്ട് ഒരു 10 കൊല്ലത്തോളായി മിക്ക അമ്മമാരും, പ്രത്യേകിച്ച് മാതൃസമിതിക്കാരും നാരായണീയത്തിന് പുറകെയാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഭാഗവതാചാര്യന്മാര് ഓരോ തവണ അവരുടെ സത്രം അല്ലെങ്കിൽ ഈ സപ്താഹം നടത്തുമ്പോഴും അവർക്ക് സ്ഥിരം ശ്രോതാക്കളെ കിട്ടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ബുദ്ധിയാണ് അതെന്ന് പറയാം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അസുഖങ്ങളെ കൊണ്ട് മനം മടുത്ത മനുഷ്യൻ ഗ്രന്ഥങ്ങൾ തോറും ഇറങ്ങി കൂടിയിട്ട് നോക്കിയപ്പോ ഈ നാരായണീയത്തിൽ മാത്രമാണ് അവസാന ശ്ലോകം എന്റെ അസുഖങ്ങളെ മാറ്റിത്തരയണമേ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടത്. അപ്പോ ഇത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വേണ്ടിയില്ല, ദിവസത്തിൽ ഒരു തവണ ഒരധ്യായം, അതായത് ഒരു ദശകം വായിച്ച് അങ്ങോട്ട് സമർപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ നാരായണീയം ഇപ്പോൾ ഒരു ഔഷധമായി മാറിയത്. മറ്റൊന്ന്, മലപ്പുറം ജില്ലയില് നാരായണ ഭട്ടതിരിപ്പാട് വാദം എന്ന അസുഖം വന്നപ്പോ വാദം മാറുന്നതിന് വേണ്ടി സർവ്വ ചികിത്സയും ചെയ്തിട്ടും ഭേദം വരാതിരുന്നപ്പോ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ചെന്ന് ഇരുന്ന് അവതാരങ്ങളെ അത് വർണ്ണിച്ചു. വേദങ്ങളിൽ അതാ പറയുന്നത്. ശ്രുതികൾ പറയുന്നു, ഹേ കൃഷ്ണ, അങ്ങയുടെ അവതാരങ്ങളെ കീർത്തിക്കുന്നതിനും വലിയൊരു ചികിത്സയില്ല എന്ന്. ഇപ്പൊ ഇവിടെ തന്നെ ഉത്സവമാണ്, നാളെയാണ്, കുറച്ച് സമയം കഴിയണം ഉത്സവം ഉദ്ഘാടനം എന്ന് പറഞ്ഞു. നാളെയാണ് ഇവിടെ പ്രധാന ചടങ്ങ് ഒക്കെ പറഞ്ഞു. ഇന്ന് തന്നെ നിങ്ങൾ
തുടങ്ങി. എന്തായാലും വേണ്ടിയില്ല, ഒരു ജ്ഞാനയജ്ഞം വയ്ക്കാം, ശരിക്കും ഭക്തിപ്രഭാഷണം ജ്ഞാനയജ്ഞം. കാരണം കഴിഞ്ഞ യുഗങ്ങളിൽ ഋതം, വേദം, ദ്വാപരം, കലി എന്ന യുഗങ്ങളിലൊക്കെ ഒരുപാട് കഠിന തപസ് വേണമായിരുന്നു, യാഗങ്ങൾ വേണമായിരുന്നു, യജ്ഞങ്ങൾ നടത്തണമായിരുന്നു മോക്ഷം കിട്ടാൻ. പക്ഷെ കലികാലത്ത് നാമജപം, ജ്ഞാനയജ്ഞം മാത്രം മതി. ഇപ്പോ നമ്മൾ തുടങ്ങിയപ്പോ ഒരു 7:30 മുമ്പായിട്ട് തുടങ്ങി. ഇനി ഇങ്ങനെ ഇരിക്കും നിങ്ങൾ 8, 8:30, 9 വരെ വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കും. വീട്ടിലാണ് നിങ്ങൾ ഗ്രന്ഥം എടുത്തു വെച്ചതെങ്കിലോ ടീച്ചർ പറഞ്ഞു പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ഔഷധം. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ എത്ര സമയം ഇരിക്കുക. അപ്പൊ ഒരു ഗ്രന്ഥം എടുത്ത് മുന്നേക്ക് വെക്കും. ഗ്രന്ഥങ്ങൾക്ക് വിശേഷം എന്താണോ, വേദങ്ങളാണ് ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. വേദങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുക്കും. കാരണം വേദം ഒരു പ്രഭുവിനെ പോലെ നമ്മളോട് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ആർക്കും ഇഷ്ടമില്ലല്ലോ, ദേഷ്യപ്പെടുന്നത് ഇഷ്ടമല്ലോ. പലരും നമ്മളോട് സംസാരിക്കും, പക്ഷെ ചിരിച്ച് സംസാരിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. ദേഷ്യപ്പെടുകയാണെങ്കിലോ കൗണ്ടറിൽ ഇപ്പൊ ചിരിത്താക്കാൻ ചെല്ലുമ്പോൾ ദേഷ്യപ്പെടുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് പരിചയമില്ല, ഒരു ഉദാഹരണം പറഞ്ഞത് കേട്ടോ, ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എന്ത് തീരുമാനിക്കും, അയാളെ മുഖം കാണാൻ വയ്യ പറഞ്ഞിട്ട് കണ്ടാലും ചാറ്റി നമ്മളത് നോക്കിയേ. അതാണ് ആരും ദേഷ്യപ്പെടുന്നത് ആർക്കും ഇഷ്ടമല്ല. പക്ഷെ എന്താ, ഓരോ സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കുടുംബത്തിലെ കുടുംബനാഥന്റെ വിചാരം എന്താണോ, ഞാനാണ് ഇതെല്ലാം അങ്ങനെ ശരിയാക്കിക്കൊണ്ട് നടക്കുന്നത്. എവിടെ ഇന്ന് അയാളെ കാറ്റ് പോയാൽ നാളെ മക്കൾ അതിന് സൂപ്പറായിട്ട് കൊണ്ടുവരുന്നതാണെന്ന്. എന്താണ് ആ അധികാരം? ദേഷ്യപ്പെടുന്നവരെ നമ്മളെല്ലാവരും കൊടുക്കുന്നു. അപ്പോ ദേഷ്യമൊന്നും ഇല്ലാതെ ഗ്രന്ഥങ്ങളിലൂടെ പോകണമെന്ന് പറഞ്ഞു, ഗ്രന്ഥമൊക്കെ എടുത്തു വെച്ചു. വേദങ്ങൾ ആജ്ഞാപിക്കുന്നത് കൊണ്ട് നമ്മളത് മാറ്റിവെച്ചു. മാറ്റിവെക്കണമെന്നല്ല, വേദം പഠിച്ചവൻ അറിവ് നേടും. വേദം പഠിച്ചാൽ നമ്മൾ അടിമുടി മാറും എന്നാ പറയാ. അടിസ്ഥാന ഗ്രന്ഥമായ വേദം എത്തിയെങ്കിലും നമ്മൾ അറിയണം. ഈ വേദങ്ങൾ പറ്റുന്നില്ല തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? പുരാണങ്ങൾ എടുത്തു വയ്ക്കും. പുരാണങ്ങൾ 18 മഹാപുരാണങ്ങളിൽ 17 നമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ 18ാമത്തെ ഭാഗവത മഹാപുരാണം ആത്മീയതയെ കുറിച്ചും ഭക്തിയെ കുറിച്ചും മാത്രമാണ് പറയുന്നത്. ഭാഗവത അറിയാത്ത ആരുമില്ലല്ലോ. ഈ പുരാണങ്ങൾ നമ്മളോട് എങ്ങനെയാ സംസാരിക്കുന്നതെന്നറിയോ? സുഹൃത്തിനോട് ഉപദേശിക്കുന്നത് പോലെ. സുഹൃത്തുക്കൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സുഹൃത്ത് പറയുന്നത് പോലെ അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും പുരാണങ്ങൾ. കാരണം അതിൽ നിറയെ കഥകളാണ്. സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തുറന്ന് സംസാരിക്കും. എന്താ സുഹൃത്ത് ബന്ധത്തിന്റെ പ്രത്യേകത? ഒന്നും ആഗ്രഹിക്കാത്ത ഒരു ബന്ധം സുഹൃത്ത് ബന്ധം മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും കുട്ടികളൊക്കെ തമ്മിൽ ബന്ധമുണ്ട്. പലരും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കും, ആഗ്രഹിക്കും അവരിൽ നിന്ന്. പക്ഷേ സുഹൃത്ത് ബന്ധങ്ങളിൽ യാതൊരു പ്രതീക്ഷകളൊന്നുമില്ല. അതാ പറയുന്നത്, സുഹൃത്തുക്കളെ പോലെ നമ്മെ ഉപദേശിച്ചു കൊണ്ടിരിക്കും പുരാണങ്ങൾ. ഇനി അതും വയ്യാതൊന്ന് മാറ്റിവെച്ചു. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിഹാസങ്ങളുണ്ട് നമുക്ക്. രാമായണവും മഹാഭാരതവും ഇതെടുത്തു വെച്ച കാവ്യങ്ങളാണ്. സുഖമായി സുന്ദരമായി ഒരു ഭാര്യ ഭർത്താവിനോട് ഉപദേശിക്കുന്നത് പോലെ, ഒരു കാമുകി കാമുകനെ ഉപദേശിക്കുന്നത് പോലെ വളരെ സുന്ദരമായി രാമായണവും മഹാഭാരതവും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതിലൂടെയൊക്കെ പോകുമ്പോഴാണ് ഗ്രന്ഥങ്ങളുടെ ഒരു സുഖം എന്താണെന്ന് മനസ്സിലാവുക. കാരണം ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതുവരെ നേടിയതൊന്നും അല്ല നേടേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കുക. മനസ്സാണ് ലോകത്തിനും കാരണം. പലരും പറയും എനിക്ക് ഗുരു ഇല്ല ടീച്ചറെ. ഗുരു ആരാന്നറിയോ? ഭഗവാൻ പറയുന്നുണ്ട്, ജിജ്ഞാസവും വിചാരശീലനുമായ ഒരു വ്യക്തിക്ക് താൻ തന്നെയാണ് ഗുരുനാഥൻ. കാരണം എന്താ? ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹം ഉണ്ടാവേണ്ട മനസ്സിലാണ്. മനസ്സിന്റെ 2 അവസ്ഥകളാണ്, സുഖവും ദുഃഖവും. അപ്പൊ നിങ്ങൾക്ക് തോന്നി ഒരു പ്രഭാഷണം ഉണ്ടാക്കാൻ പോയി നോക്കട്ടെ, അത് നമ്മുടെ മനസ്സിനൊരു സുഖമാണ് എന്ന് തോന്നി. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എത്രയോ ജന്മങ്ങളിൽ ജന്മാന്തരേ ഭവേ പുണ്യം ഭാഗവതം പറയുന്നുണ്ട്. ഒരുപാട് ജന്മങ്ങളിലെ സുഹൃതത്തിലാ മനുഷ്യജന്മം തന്നെ കിട്ടുക. മനനം ചെയ്യുന്നവൻ മനുഷ്യൻ. ഈ ലോകത്തോ ടെൻഷനും പ്രശ്നങ്ങളും ഉള്ള ഒരേ ഒരു ജീവി ആരാ? മനുഷ്യനാണ്. മനുഷ്യൻ മനസ്സ്
സുഖം നേടണം അല്ലെ? അൾട്ടിമേറ്റ്ലി ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ ഈ സുഖം എവിടെയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? നശിക്കാത്ത സുഖം അത് കിട്ടുന്നില്ല. ഈ നശിക്കാത്ത സുഖം നേടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആത്മീയതയെ സമീപിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും. നമ്മുടെ മനസ്സിന്റെ ഒരവസ്ഥ അതാണ് സുഖവും ദുഃഖവും. ഇവിടെ വന്നിരിക്കണം, ഈ വരാതനെ തൊഴണം, ഇത്തിരി പ്രഭാഷണം കേൾക്കണം, ഭക്ഷണം കഴിച്ചു പോകണം. വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ, ഇരിക്കാൻ വലിയ ഒന്ന് പോവുകയല്ലേ എന്ന് വിചാരിക്കുന്നത് എന്താ? അതാണ് അവർക്ക് സുഖം. അവർക്ക് രക്ഷപ്പെട്ടവരാണ്. മറ്റുള്ളവരെ കുറിച്ച് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ഈ എന്താ പറയുക അറേക്കാലിന്റെ ഏരിയയിൽ എത്ര ഹൈന്ദവ ഭവനങ്ങളുണ്ട്, എത്ര അമ്മമാരാണ് ഇവിടെ എത്തിയത്, എത്ര ആഗ്രഹിച്ചിട്ടും ഇവിടെ വന്ന് ഇരിക്കാൻ കഴിയാത്തവരുണ്ട്. കാരണം എന്താണോ? സുഹൃതം കൂടുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് ഇരിക്കാൻ കഴിയൂ. ഞാനെന്നല്ല, ഏത് വ്യക്തിയാണെങ്കിലും ഒരു പ്രഭാഷണമുണ്ടോ, നിങ്ങൾ അവിടെ എത്തിയോ, നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹിച്ചു തന്നതാണെന്ന് മനസ്സിലാക്കുക. കാരണം ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ 5 സുഖങ്ങളാണ് നമുക്ക് കിട്ടുക. രാവിലെ സന്ധ്യയ്ക്കൊക്കെ ഇവിടെ വന്ന് കയറുമ്പോ നമുക്ക് തൊഴുത് കഴിഞ്ഞാൽ ആ പ്രസാദം കിട്ടും. അതിനു മുമ്പ് നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ നമ്മൾ തൊഴുമ്പോ കണ്ണിനൊരു സുഖം കിട്ടി. 5 ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാം. നമ്മളെല്ലാവരും ഇന്ദ്രിയങ്ങളുടെ പറയുകയാണല്ലോ. ഇനി അത് കഴിഞ്ഞാലോ ആ കേൾക്കണോ പ്രഭാഷണം നേരം വൈകി കാതിനും സുഖം. കാരണം ഒരു ശ്ലോകം അങ്ങോട്ട് കേൾക്കുമ്പോ എന്തൊരു സുഖാണോ നമ്മൾക്ക്. എത്ര നാര്യസ്തു പൂജ്യന്ത രമന്തി തത്ര ദേവത. എവിടെയാണോ നാരി പൂജിക്കപ്പെടുന്നത് അവിടെ ദേവത രമിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീ ദൈവങ്ങളെ ആരാധിക്കുന്നത് കൂടുതലും. പ്രകൃതി തന്നെ സ്ത്രീയായി നിലകൊള്ളുക. അതുകൊണ്ടാണ് ഈ പ്രകൃതീശ്വരി പരാശക്തി പല പല അവതാരങ്ങൾ എടുത്തു. ദുർഗയായി, ലക്ഷ്മിയായി, പാർവതിയായി. പക്ഷേ സമ്പൂർണ്ണ കലകളോടെ എടുത്ത അവതാരമാണ് ഭദ്രകാളി. അതുകൊണ്ടാണ് ഭദ്രകാളിയെ അട്ടകത്തമ്മയായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ കണ്ണിനും കാതിനും സുഖം കിട്ടി നല്ല ശ്ലോകങ്ങൾ അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഒരു ജ്ഞാനയജ്ഞം നടക്കുന്നുണ്ടെങ്കിൽ കാത് സുഖിക്കും. ഇനിയോ ബാക്കിയുള്ളതാണ് മൂക്ക്, നാക്ക്, തൊക്ക്. പ്രസാദം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ തോണ്ടി വരയ്ക്കലാലെ അത് ചന്ദനാണ്. ചന്ദനം പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. അപ്പോ ആ ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അപസ്മാരം ഉണ്ടാവില്ല, ഒരു തൊക്ക് സംബന്ധമായ അസുഖമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ തൊക്കിന് സുഖം കിട്ടി. ഇനി നാക്കിന് സുഖം കിട്ടാൻ കുറച്ചിറങ്ങി വരുമ്പോ പറയും പ്രസാദത്തിൽ കഴിച്ചോളൂ കേട്ടോ. മുക്തിപ്രദനാണ് ഭഗവാൻ. അപ്പൊ നമ്മുടെ നാക്കിന് സുഖം കിട്ടി. ഇനി എന്താ ഒന്നും കൂടിയിട്ടല്ലോ? തൊക്ക്, നാക്ക്, ചെവി. ചെവിയിൽ നന്നായി കേട്ടു, ശ്രവണം, കാഴ്ചയിലൂടെ നമ്മൾ കണ്ടു. പിന്നെയോ ഈ പൂക്കൾ കിട്ടും നമുക്ക് പ്രസാദത്തിന്. ആ പൂവിനെ ഞാൻ പറഞ്ഞില്ലേ, മന്ത്രപുരസ്സരം അർച്ചിച്ച പൂക്കള, ശക്തി കൂടുതലുള്ള പൂക്കള. അതിന്റെ ആ ഗന്ധം, ദേവിയുടെ തൃപ്പാദങ്ങളിൽ വീണ ആ പൂക്കളുടെ ഒരു ഗന്ധം മണക്കാനാണ് നമുക്കൊരു മൂക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ വെറും ശ്വസിക്കാനല്ല. അപ്പോ അത് മണക്കുമ്പോൾ മൂക്കിനെയും സുഖിപ്പിച്ചു. ഇങ്ങനെ കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി എന്ന പഞ്ചേന്ദ്രിയങ്ങളെ സുഖിപ്പിക്കാൻ ഒരു ക്ഷേത്രത്തിൽ വന്നാലേ കഴിയും. ഇങ്ങനെ ക്ഷേത്രാങ്കണത്തിൽ സന്ധ്യാസമയത്ത് വന്നിരിക്കുമ്പോ ദിവസം എന്താ പുറത്ത് എല്ലാവരും വീട്ടിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? ആ വീട്ടിൽപ്പെട്ട മുന്നിൽ അവിടെ ഇരിക്കുന്നുണ്ടാവൂലേ, ഇനി മൊബൈൽ തോന്നിയിരിക്കുന്നുണ്ടാവും. പക്ഷെ സുഖം കിട്ടുമോ? കണ്ണാടി ചിട്ടയിൽ പോകാനല്ലാതെ എന്തെല്ലാം കണ്ടു നമ്മൾ. എന്തെങ്കിലും മനസ്സിൽ നിൽക്കുന്നുണ്ടോ? പക്ഷെ ഒരു യജ്ഞത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ കഴിയും. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ എന്ന് പാടുന്നില്ലേ? എന്തുകൊണ്ടാണല്ലോ? ഈ മാംസം, ഈ ശരീരമാണ് ഞാൻ എന്ന് വിശ്വസിച്ചിട്ടാണ് അവരെല്ലാം ആസ്വദിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല. അവസാന ശ്വാസം വലിക്കുമ്പോ ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ പ്രാണൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് കൃഷ്ണ അല്ലെങ്കിൽ അമ്മേ എന്നൊന്ന് വിളിക്കാൻ തോന്നണമെങ്കിൽ ആത്മീയമായ ഒരു സംസ്കാരം വേണം. രക്ഷിതാക്കൾ നമ്മൾ പറയും, ഞങ്ങളൊക്കെ രക്ഷിതാക്കളെന്ന് പറഞ്ഞ സ്കൂളിലാണ് വന്നിരിക്കും. ആരാ രക്ഷിതാക്കൾ? അതിന്റെ അർത്ഥം തന്നെ രക്ഷിക്കുന്നവൻ രക്ഷിതാവ്. എന്തെന്നാ രക്ഷിക്കുന്നത്? നമുക്ക് അവരെല്ലാം തരും. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ചിലർ കുറെ സ്വത്തും എഴുതി കൊടുക്കും മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കരുതിയിട്ട്. സമ്പത്ത്, ഇതെല്ലാം നശിക്കുന്നതാ. അങ്ങനെയാണോ ഒരു രക്ഷിതാവ് ചെയ്യേണ്ടത്? അക്കാദമിക്കും നേടിക്കൊടുക്കും, ഒരുപാട് വിദ്യാഭ്യാസം. ഹൈന്ദവൻ പ്രത്യേകിച്ചും വെറും അക്കാദമിക്കേ കൊടുക്കും. പക്ഷെ ആത്മീയമായ വിദ്യാഭ്യാസം ബാക്കി എല്ലാ മതസ്ഥരും കൊടുക്കുന്നുണ്ട്. അത് വർഷത്തിലൊരിക്കൽ ഈ സമയം കിട്ടുക. അതിനോട്ടാരും വരില്ല അമ്പലങ്ങളില്. കാരണം വെറുതെ കൊടുക്കുന്നത് ആർക്കും വേണ്ട.
ഈ ഹാളിലേക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ അവിടെ എല്ലാവരും 100 രൂപ വെക്കണം എന്ന് പറഞ്ഞാൽ തലേ ദിവസം നോട്ടീസിനൊക്കെ വാങ്ങിപ്പോന്ന 100 രൂപ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഇവിടെ വന്നിരിക്കും. കാശ് കൊടുക്കണതിന് വിലയുള്ളൂ, അതുകൊണ്ടാണ് അവരെല്ലാവരും. ഇനി അങ്ങനെ വന്ന് രക്ഷിതാവ് എന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അവരെന്തൊക്കെ കൊടുക്കണം? അവിടെയാണ് ഹൈന്ദവൻ ചുരി സംഭവിച്ചത്. കാരണം ഒരു രക്ഷിതാവ് എന്താണോ കൊടുക്കുന്നത് അതേ മക്കൾക്കുള്ളൂ. ഈ ജനറേഷൻ നോക്കൂ, ഉപദേശം കൊടുക്കുന്നതേ അവർക്ക് ഇഷ്ടമില്ല, അവർ തിരിച്ചുപദേശിക്കും. നമ്മളുടെ പുരാണങ്ങളില് ന്യായോപദേശം കൊടുക്കുന്നുണ്ട്. അച്ഛനെ മകൻ ഉപദേശിക്കുന്നത് നമുക്ക് അവിടെ കാണാം. അത് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. കാരണം വ്യാസഭഗവാൻ നമ്മളെന്താ പറയാ, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം, ഈ ജഗത്തിൽ കാണുന്നതെല്ലാം വ്യാസഭഗവാൻ തന്നതാണ്. അപ്പോ ഈ വ്യാസമഹർഷി ഇത്രയും അറിവുള്ളവനായിട്ടും ഭഗവാന്റെ അവതാരമാണ് പറയുന്നത്. എന്നിട്ടും ആ വ്യാസന്റെ പുത്രനായ ശിശുഭ ബ്രഹ്മർഷി വ്യാസനെ ഉപദേശിക്കുന്നുണ്ട്. അതുപോലെ ആത്മദേവനെ ഗോകർണൻ എന്ന പുത്രൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ മക്കൾ തിരിച്ചു ഉപദേശിക്കുമ്പോ സങ്കടപ്പെടണ്ട, നമ്മുടെ പുരാണങ്ങളിലൊക്കെ നടന്നതാ. അതുകൊണ്ടാ പറയുന്നത് മഹാഭാരതത്തിൽ കാണാത്തതൊന്നും ഈ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഈ രക്ഷിതാവ് എന്താണ് കൊടുക്കേണ്ടത്? ഇന്നത്തെ രക്ഷിതാവിനെ അറിയാതെ അവൻ പടച്ചു നിൽക്കുക, പ്രത്യേകിച്ച് ഹിന്ദു രക്ഷിതാക്കൾ. ആദ്യം നമ്മൾ അവർക്ക് വിജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുക. എന്താ വിജ്ഞാനം? ജ്ഞാനം കൊടുക്കാൻ കുറെ സ്കൂളിൽ പറഞ്ഞായിരിക്കും, കുറെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. വിജ്ഞാനം അതായത് ജ്ഞാനവും വിജ്ഞാനവും തിരിച്ചറിയണം, വേർതിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അതായത് എന്താണ് സത്യം എന്ന പൊരുൾ, ഈ പ്രപഞ്ചത്തിന്റെ പൊരുൾ എന്താണ്, എന്തിനാണ് ജീവിതം കിട്ടിയത്, ഇങ്ങനെ ജീവിച്ചിട്ട് എന്താണ് ഗുണം. ശങ്കരാചാര്യസ്വാമി പറയും, ഹിന്ദുക്കളിൽ പലരും ആത്മീയത തൊട്ട് തീണ്ടാതെ ഭൗതികതയിൽ മുങ്ങി ജീവിക്കുന്നത് കണ്ടപ്പോ ആചാര്യസ്വാമി പറഞ്ഞതാ 8ാം നൂറ്റാണ്ടില്, മനുഷ്യരൂപേണ മൃഗം ചരന്തി. അതായത് എല്ലാം മനുഷ്യന്റെ പോലെയുള്ളൂ, മൃഗങ്ങളെ പോലെയാ ജീവിക്കുന്നത്. അവർക്ക് വിശേഷ ബുദ്ധിയില്ല, ഭക്ഷണം കഴിക്കണം, സുഖം നേടണം, കിടന്നുറങ്ങണം. അതുപോലെയാ പല മനുഷ്യരും ജീവിക്കുന്നത്, ഹിന്ദു മതത്തിലുള്ളവരെ പ്രത്യേകിച്ചും. അപ്പോ ആദ്യം കൊടുക്കേണ്ടത് അവർക്ക് വിജ്ഞാനം. എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകങ്ങളുടെ അപ്പുറം ഒരു ഗീത വെച്ച് പഠിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഗീത നമ്മളെ ജയ 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 എന്നാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിലേക്ക് എങ്ങനെ നമുക്ക് ജയം കൊണ്ടുവരാം എന്നതിലേക്കുള്ള ചൂണ്ടുവിരലാണ് ഗീത എങ്കിൽ ഭാഗവതം തപ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് നീ തപസ് ചെയ്യൂ. തപസ് എന്താണെന്നറിയോ? നമ്മളുടെ പഠനകാലം ഒരു തപസ്സ. പഠനം കഴിഞ്ഞാല് ജോലി കഴിഞ്ഞാല് ജോലിയും ഒരു തപസ്സ. കാരണം ഒരു ടൈമിംഗ് ഉണ്ടത്. പിന്നെയാണ് അസുഖങ്ങൾ വന്നുകൂടുക. തപസ് ചെയ്യുന്നവന്റെ ശരീരത്തിലേക്ക് അസുഖങ്ങൾ തിരിഞ്ഞു നോക്കില്ല. അപ്പോ ഗീത ഒപ്പം കൊണ്ട് നടക്കാൻ, അത് കൂടെ പഠിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പലപ്പോഴും മറ്റു കുട്ടികളുടെ ബാഗുകളിൽ അവരുടെ ഗ്രന്ഥങ്ങൾ കാണാം, നമ്മുടെ കുട്ടികളിൽ അത് കാണില്ല. ഞങ്ങളുടെ സ്കൂളിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു അസ്മ എന്ന് പറയുന്ന പുത്ര ബാഗിലാണ് ഇംഗ്ലീഷ് ഭഗവത്ഗീത ഉണ്ടായിരുന്നത്. ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, അവൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ഒരു ഗ്രന്ഥം കൊടുക്കുന്നു. നമ്മുടെ കുട്ടികളോട് ഗ്രന്ഥം എടുക്കാൻ പറഞ്ഞാലോ? അപ്പൊ രക്ഷിതാവ് ആദ്യം ചെയ്യേണ്ട കാര്യം ആത്മീയമായ ഗ്രന്ഥങ്ങൾ ഈ പുസ്തകങ്ങളോടൊപ്പം പഠിക്കണം. ചെറുതാവുമ്പോൾ ജ്ഞാനപ്പാലയും ഹരിനാമകീർത്തനവും രാമായണവും ഭഗവത്ഗീതയും മഹാഭാരതവും വായിക്കുന്ന ഒരു വ്യക്തി ഈ ഒരു പ്രായം എത്തുമ്പോഴേക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പലരും ചോദിക്കും, ടീച്ചർ എങ്ങനെയാ തന്നെ ഇതൊക്കെ പറയുന്നത്? ഞാൻ ചോദിച്ചു, ചെറുപ്പം മുതലേ ഈ ബുക്കുകളെക്കാൾ ഇഷ്ടപ്പെട്ടിരുന്ന ബുക്കുകളാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ. കാരണം ജ്ഞാനപ്പാലയം എടുത്തു വെക്കുമ്പോഴാണ് അതിൽ നമുക്ക് ഒരുപാട് ഉത്തരങ്ങളാ. വിധിച്ചിടുന്ന കർമ്മമോടുമ്പോൾ പതിച്ചിടുന്നു ദേഹമോരേടത്ത്. നിന്റെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുമ്പോൾ നിന്റെ ദേഹം ഒരിടത്ത് പതിക്കുന്നു. എന്താണ് മരണം എന്നുള്ളതിനുള്ള ഉത്തരം വളരെ ലളിതമായി ജ്ഞാനപാല നമുക്ക് പറഞ്ഞു തരുന്നു. കർമ്മം കൊടുങ്ങാത്തത് കൊണ്ടാണ് ആക്സിഡന്റ് പറ്റിയിട്ടും പലരും നീക്കാൻ വയ്യാതെയിട്ട് അവിടെ കിടക്കുന്നത്. അവൻ അളന്ന വെള്ളവും അരി തീരാത്തത് കൊണ്ട്. ഇങ്ങനെ ഹരിനാമകീർത്തനം വായിക്കുമ്പോ അതിൽ പറയുന്നതാ, പലരും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതതിനായി വരേണം കരിയായ കാലമിതിൽ അതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. അപ്പൊ അതിൽ പറയുമ്പോൾ മനസ്സിലാക്കുക, കലിയാണ്. കലിയുഗത്തിലാ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും കലിയ. എന്തൊരു ദേഷ്യം കുട്ടികൾക്കൊക്കെ അല്ലേ, അച്ഛന്മാരുടെ
കാര്യം പറയും വേണ്ട. കുട്ടി ഒന്ന് പറയുമ്പോൾ അച്ഛൻ രണ്ടോ അച്ഛനും അവരുടെ സമാധാനം പോയില്ലേ. ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്. കലി ഇങ്ങനെ ബാധിച്ചോണ്ട് എല്ലാവരും ഇങ്ങനെ വാള് കെട്ടി വെട്ടുന്ന തരത്തിലാണ്. ഓരോ വീടുകൾ സന്ദർശിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഓരോ ഭാര്യമാരെ പേഴ്സണൽ മെസ്സേജ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. പുറത്തേക്ക് അവർ ചിരിച്ച് കാറിലൊക്കെ പോകുന്നതാണ് ആഹാ നല്ല ഫാമിലിയിൽ തോന്നും. പക്ഷെ പിന്നീടാണ് അവര് പേഴ്സണലി പറയാ ടീച്ചറെ വന്ന് കണ്ടതൊന്നും അല്ലോട്ടോ അവസ്ഥ. ഇവിടെ എനിക്ക് എഴുതാൻ പാടില്ല. അച്ഛനും മകനും വഴക്കോട് വഴക്കാം. എപ്പം നോക്കിയാലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കണം. കുടുംബത്തിൽ നിൽക്കണം എന്നാർക്കെങ്കിലും ഉണ്ടാവോ? ഇതാണ് അവസ്ഥ. കലി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയത തൊട്ട് തിണ്ടിയിട്ടില്ല. ഇത്തിരി നാമം ചൊല്ലുന്ന ഗ്രന്ഥങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കൂടെ ജീവിക്കുന്നതെങ്കിൽ എന്ത് സമാധാനായേനെന്ന് അപ്പോഴാണ് സ്ത്രീകൾ ചിന്തിക്കുക. അപ്പൊ ആരത് ചെയ്യിപ്പിക്കേണ്ടത്? രക്ഷിതാക്കളുടെ കടമയാണ് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കൽ. കാരണം സ്വാധ്യായം. ആചാര്യൻ പണ്ട് കാലത്ത് ഗുരുകുലം കഴിഞ്ഞ് പോരുമ്പോ കുട്ടിക്ക് ഉപദേശം കൊടുക്കുന്നവര് ഒരു വരിക സ്വാധ്യായ നമപ്രമദ എന്നുള്ളത്. എന്താ സ്വാധ്യായം? സ്വാധ്യായം അതായത് സ്റ്റഡി ഓഫ് സെൽഫ്. സെൽഫ് സ്റ്റഡി ശരിക്കും സ്വന്തം പഠിക്കാം. സെൽഫ് സ്റ്റഡി അതാണ് നമ്മൾ തനിയെ പഠിച്ചെടുക്കേണ്ടതാണ് ആത്മീയത. അതിനുവേണ്ടിയാണ് രക്ഷിതാക്കൾ വിജ്ഞാനം നേടാൻ ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ സഹായിക്കണം എന്ന് പറയുന്നത്. രണ്ടാമതായി രക്ഷിതാക്കൾ മക്കൾക്ക് നല്ല ഒരു ശുദ്ധമായ മനസ്സ്, നന്മ നിറഞ്ഞ മനസ്സുണ്ടാവാൻ സഹായിക്കുക. അതിന് ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കുക. മൂന്നാമതായി മക്കൾക്ക് നല്ലൊരു സംസ്കാരം നൽകുക. ഇനി ഗ്രന്ഥങ്ങൾ എടുത്ത് വെച്ചു ഇങ്ങനെ സ്വാധ്യായം ചെയ്യാം. അപ്പൊ എന്താ സ്വാധ്യായം? മനസ്സിലായില്ല, സംസ്കൃത. അപ്പോ സ്റ്റഡി ഓഫ് സെൽഫ്, സ്വന്തം പഠിക്കുക. അപ്പോ സെൽഫ് സ്റ്റഡി ഇതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എഡ്യൂക്കേഷനൊക്കെ കണ്ടുപിടിക്കുമ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ സത്തയെ കുറിച്ച് നമ്മൾ പഠിക്കുക. അതാണ് സ്വാധ്യായം. അതിനുവേണ്ടി ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുക. ഓരോ ഗ്രന്ഥങ്ങളും എടുത്തു വെക്കുമ്പോഴാണ് നമുക്ക് അതിൽ എത്രത്തോളം മധുരമുണ്ട് എന്ന് മനസ്സിലാവുക. പക്ഷെ എത്ര പറഞ്ഞാലും മഹാഭാവികൾക്ക് ഇതിന് തോന്നില്ല. ഈ തോന്നിയാലോ പല മാതൃസമിതിക്കാരുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. ഇത് എടുത്തു വെക്കും, എന്നിട്ട് എങ്ങനെയാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചും ഗീതയും നാരായണിയും ഒക്കെ. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയ മുത്തശ്ശിയോട് ചോദിക്കും എന്താ അപ്പോ വായിച്ചു വരുന്നതും അറിയോ? ഒന്നുമില്ല കുട്ടിയെ, ഞാൻ 84 വായിച്ചു തുടങ്ങിയതാ. ഇപ്പൊ 2024 ഒന്നും അറിയില്ല. അങ്ങനെ വായിച്ചിട്ട് കാര്യമില്ല. കാരണം അത് എന്തിനു തുല്യാന്നറിയോ? റീഡിങ് വിതൗട്ട് തിങ്കിങ്, ചിന്തിക്കാതെ വായിക്കുന്നത് ഈറ്റിംഗ് വിതൗട്ട് ഡൈജസ്റ്റിംഗ്. ദഹിക്കാതെ കുറെ കഴിച്ചാൽ എന്താ അവസ്ഥ? അതുപോലെ. അതുകൊണ്ട് സ്വാധ്യായം ചെയ്തോളൂ. ടീച്ചർ പറഞ്ഞു ഗ്രന്ഥം വായിക്കണം, എടുത്തു വെച്ചു, ഞാനൊരു വായിച്ചു കഴിഞ്ഞാൽ ആ വരിയുടെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോ നാരായണി ഞങ്ങൾ എടുത്തു വെച്ചു. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഭാഗ്യം ജനാനാം, ഇവിടെ ജനിച്ചത് എത്ര ഭാഗ്യമാണ് എന്നാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ കിട്ടിയ മനുഷ്യജന്മത്തിന്റെ പുണ്യം മനസ്സിലാവുക. കാരണം മനുഷ്യനായി ഇവിടെ വന്ന് ജനിച്ച് എല്ലാ കർമ്മങ്ങളും അവസാനിച്ച് ഈശ്വരനിലേക്ക് അങ്ങനെ ഉയരുമ്പോൾ, ആത്മാവിനെ അങ്ങനെ ഉയർത്തുക, മനസ്സിനെ അങ്ങനെ ഉയർത്തുമ്പോ ഉദ്ധരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. മറ്റെല്ലാ മതങ്ങളും എന്താ പറയുന്നത്? ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്താ? സ്വർഗവും നരകവും. ഹിന്ദു മതം പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെ സുഖം നേടാം, എങ്ങനെ ആത്മീയാനുഭൂതി അനുഭവിക്കാം. അപ്പൊ എങ്ങനെ സുഖം നേടാം? ഹൈന്ദവന്റെ മതം എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിത രീതിയാണ്, സംസ്കാരം. ആ ജീവിത രീതി എന്തിനുള്ളതാ? ധർമ്മത്തിലൂടെ, ആചാരങ്ങളിലൂടെ, അനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ജീവിതം സുഖകരമാക്കാൻ. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സുന്ദരമായി സന്തോഷത്തോടെ ജീവിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. അല്ലാതെ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരിച്ചതിന് ശേഷം നിനക്ക് സ്വർഗം കിട്ടാൻ ഹൈന്ദവ മതം പഠിപ്പിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അറിഞ്ഞ് ആചരിക്കുക. അപ്പോ 24 മണിക്കൂറുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ പറയും ടീച്ചറെ പറഞ്ഞതൊക്കെ ശരിയാ, സ്വാധീനം ചെയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വീട്ടിൽ അതിനൊരു സാഹചര്യം ഇല്ല കേട്ടോ. അങ്ങനെയാ. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് വീട്ടിലൊരാൾക്ക് വയ്യാതെ കഴിഞ്ഞാൽ കിട്ടാത്ത ലീവ് നമ്മൾ എടുക്കില്ലേ? 24 മണിക്കൂർ ഡോക്ടറുടെ വാതിൽ തുറക്കാൻ നമ്മൾ കഴിഞ്ഞ് കാത്തു നിൽക്കില്ലേ? ഓപ്പറേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ എന്തുകൊണ്ട് ഇതിന് സമയം കിട്ടുന്നില്ല? ആഗ്രഹം ഇല്ല. അത്രയും ആഗ്രഹിക്കണം. മുത്തശ്ശിമാര 60 വയസ്സ് കഴിഞ്ഞ അമ്മമാര
പഠിച്ചത്, ഇത് പഠിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. അപ്പോഴാണ് എനിക്കൊരു സമാധാനം. കാരണം കൊറോണ വന്ന് 4 സ്റ്റേജ് മുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം തുടങ്ങിയത്. അത് ആർക്കൊക്കെയോ എവിടെയൊക്കെയോ ഇരിക്കുന്ന അമ്മമാർക്ക് പ്രയോജനപ്പെടുന്നു. ഇതിനും വലിയൊരു സന്തോഷം എന്താ? ഗീത പഠിക്കാനും നാരായണീയം പഠിക്കാനുള്ളത് വളരെ ആഗ്രഹം. പക്ഷെ എന്താണോ, നമുക്കൊരു സോഴ്സ് ഇല്ല. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ അഭിവൃദ്ധി വരണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം. ആചാര്യ തപസാന്യായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധി പഞ്ചദ. 5 കാര്യങ്ങൾ വേണം. അതിൽ ആദ്യം വേണ്ടത് ആചാര്യന. നമുക്കില്ലാത്തൊരു സാധനമാണ് അത്, അല്ലേ? നമുക്കൊരു സംശയം വന്നാൽ ചോദിക്കാൻ ഒരു സോഴ്സ് ഇല്ല. എല്ലാവർക്കും അവരുടെ പള്ളിയിലും മറ്റും കയറി ചെന്ന, ചർച്ചിലൊക്കെ ചെന്ന അവരുടെ സംശയ ദൂരീകരണത്തിൽ ഒരു പുരോഹിതനുണ്ടായിരിക്കും. നമുക്ക് ഇല്ല. നമ്മൾ വന്നാൽ നമ്മളെ ഒന്ന് നോക്കാനും പ്രസാദം തരാൻ പോലും സമയം തികയാത്ത ഒരു പിന്നെയും ഉണ്ടാവും നമുക്ക് അവിടെ, അല്ലേ? ചിലർക്കൊന്നും അതിനും സമയമില്ല. അപ്പൊ നമ്മൾ നേരെ കഴിഞ്ഞ് അത് കിട്ടാതെ പോകുന്ന അവസ്ഥ. ആചാര്യരില്ല, അമ്പലം ഒരിക്കലും അഭിവൃദ്ധി പ്രാപിക്കില്ല. തപസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ നാമജപം, പാവനായ ജപം, മുന്നിൽ തന്നെ ഒരു മണ്ഡപം കണ്ടില്ലേ? അത് ഭഗവാന്റെ ഭഗവതിയുടെ കഴുത്താന്നാ പറയുക. അവിടെ ജപം നടക്കണം, ഗ്രന്ഥപാരായണം ക്ഷേത്രങ്ങളിൽ നടക്കണം. കാരണം കൂട്ടമായി പ്രാർത്ഥിക്കുന്ന സ്ഥലം ക്ഷേത്രങ്ങളാണ്. വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക, ഒരുത്തൻ കരുത്തനല്ല എന്ന് പറയുന്നുണ്ട്. ദൈവം എന്നേ ബലം നാസ്തി, ഭഗവാൻ ഇല്ലാതെ ഒരു ബലം ഇല്ല എന്ന് മഹാഭാരതം പറയുന്നുണ്ട്. അപ്പൊ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായി ഇവിടെ വന്നിരുന്നു, അങ്ങനെ ജപിക്കുക, അങ്ങനെ ജപം നടക്കണം. പിന്നെ വേണ്ടത് എന്താ? തപസ്സും കഴിഞ്ഞു. തപസ് എന്ന ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന തപസ്. അത് കഴിഞ്ഞാലാണ് ഉത്സവവും അന്നദാനം. മിക്ക ക്ഷേത്രങ്ങളിലും എന്താ, ഭഗവതി ക്ഷേത്രങ്ങളിൽ പോലും ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഉത്സവവും നടക്കുന്നുണ്ട്, അന്നദാനവും നിയമമായിട്ട് നടക്കുന്നുണ്ട്, അല്ലെ? മുക്തിപ്രദനാണ് ഭഗവാൻ. പക്ഷെ എന്ത് വേണം? ഇതിനു മുമ്പ് പറഞ്ഞ ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കണം. കാരണം ക്ഷേത്രങ്ങൾ എന്താണോ കൂട്ടായ്മയുടെ, ഒരുമയുടെ, ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സേവനത്തിന്റെ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അത് കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ല. ക്ഷേത്രാങ്കണത്തിൽ ഇങ്ങനെ ഒന്നിച്ച് ഇത്രയും കുടുംബങ്ങൾ ഇരിക്കണമെങ്കിൽ ഉത്സവം ഉണ്ടാവണ്ടേ? ഇത് കഴിഞ്ഞാൽ ഒന്നിച്ച് അവിടെ പോയിരുന്ന ഭഗവതിയുടെ പ്രസാദം കഴിക്കുമ്പോൾ പലരും അന്നദാനത്തിലേക്ക് വഴിപാട് ചെയ്തു. അപ്പൊ കിട്ടുന്ന ഒരു സുഖം വീട്ടിൽ ഈ ചീത്തയും കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴുണ്ടോ? എന്താ ഒരു സുഖമുള്ള? ചിലപ്പോൾ നമുക്ക് ഭക്ഷണമായിട്ട് വന്നാൽ തോന്നി മുഖം കണ്ടോട്ട് ഇവിടുന്ന് കഴിക്കണ്ടാച്ചിട്ട് അപ്പുറത്ത് പോയിരുന്നു കഴിക്കും നമ്മൾ, അല്ലെ? അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അതിലും ആരുടെ മുഖത്തിനും ഒരു പ്രശ്നമില്ല. ആരും ആരോടും മുഖം കറപ്പിക്കാതെ ഇരുന്ന് കഴിക്കാൻ അന്നദാനമുള്ളവരാണ് ചെന്ന. ചിലപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അന്നദാന മണ്ഡപത്തിലൊക്കെ രാവിലൊക്കെ ചെന്നപ്പോ കണ്ടു ശബ്ദം നാമജപത്തിന് മാത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എവിടെ ഏത് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാലും ശബ്ദം ഉണ്ടാക്കുന്നത് നാമം ചെല്ലാനായിരിക്കണം. അതുപോലെ അന്നപൂർണ മന്ത്ര ചിലർക്ക് എഴുതി വയ്ക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥന എന്നുള്ളത് എല്ലാ മതസ്ഥരും ചെയ്യുന്നുണ്ട്. നമ്മളും അത് അനുകരിക്കണം. നല്ലത് എവിടെ നിന്ന് കിട്ടിയാലും നമ്മളത് സ്വീകരിക്കണം. വേദം എന്താ പറയുന്നത്? ആനോ ഭദ്രാഹ ക്രതവോ എന്തു ഈശ്വര. ആനോ ഭദ്രാഹ, ഈ ലോകത്തിൽ നിന്നും, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് വന്നു ചേരട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ നല്ലതും എടുക്കില്ല, ചീത്തയും എടുക്കില്ല. നെഗറ്റീവ് എനർജി അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ കൈ നോക്കൂ, 5 വിരലും 5 വലുപ്പല്ലേ? ഇങ്ങനെ പിടിച്ചാലോ ഒക്കെ തുല്യമായില്ലേ? ക്ഷേത്രാങ്കണത്തിൽ വന്നാൽ അങ്ങനെ ഒരു ഭാവം നമുക്ക് കിട്ടും. തരണം. ഇത് 5 തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സദസ്സിലിരിക്കുന്ന പലരും പല തരക്കാരാണ്. പലരുടെയും ചിന്താഗതി പലതരത്തിലാണ്, ശ്രവണം പോലും പലതരത്തിലാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എല്ലാത്തിനെയും ഒന്നിലേക്ക് കണ്ടോ സർവസാക്ഷിയായി നിൽക്കാം. ഇങ്ങനെ ഒരാളെ ചൂണ്ടുമ്പോൾ നേരെ നിന്ന് ഒരാൾ നമ്മളെ നോക്കുന്നുണ്ട്, താഴെ 3 ആൾ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഉയർന്ന ചിന്താഗതി വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒരേപോലെ സൽചിന്ത, സൽപ്രവൃത്തിയോടുകൂടി കൂട്ടമായി നിന്ന് ഐക്യത്തോടെ, സ്നേഹത്തോടെ എന്ത് ചെയ്യും? ഭഗവതിയെ അങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കും. നമ്മളങ്ങനെ സ്തുതിക്കുമ്പോണ്ടല്ലോ, ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന ൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ജപിക്കുമ്പോ ഭഗവാൻ എവിടെയാ? ഭഗവാൻ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട്,
ഹൃദയാന്തർ ഗുഹയിലാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന്. നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിനുള്ളിലാണ് അങ്ങനെ വിചാരിക്കും. ഒരാളെ പോയി നിന്നിട്ട് എങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുക, ഇങ്ങനെ കൈ നീട്ടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നീ എൻ്റെ മുന്നിൽ വന്നു നിന്ന് യാചിക്കരുത് എന്നാണ്